ആദിത്യകൃഷ്ണ ഒരു അറിയപ്പെടുന്ന തിരക്കഥാകൃത്താണ്. നമുക്ക് അദ്ദേഹത്തെ ആദി എന്ന് വിളിക്കാം. രാവിലെ ഡയറക്ടർ നന്ദകുമാർ വിളിച്ചു. ആദി, നമുക്കൊരു ഹൊറർ സബ്ജക്ട് ചെയ്യണം. ഇപ്പോ അതിന് നല്ല മാർക്കറ്റ് ഉണ്ട്. താനൊരു നല്ല തിരക്കഥ എഴുതൂ. നല്ല ഒരെണ്ണമാകണമെങ്കിൽ അതിന് പറ്റിയ സ്ഥലം വേണം. എന്റെ വീടിന്റെ അന്തരീക്ഷത്തിൽ പറ്റില്ല. അമ്മ, ചേട്ടൻ, ചേട്ടത്തി, കുട്ടികൾ, ആകെ കൂടി ബഹളമാണ്. വേറെ വല്ല തീമാണെങ്കിൽ നോക്കായിരുന്നു. ഇതിപ്പോ ആദി, നിന്നിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതാ, വീടിന്റെ അന്തരീക്ഷത്തിൽ പറ്റില്ല എങ്കിൽ മൂന്നാറിൽ എന്റെ സുഹൃത്തിന്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു ശരിയാക്കി തരാം. അങ്ങോട്ട് വിട്ടോ. അത് പിന്നെ വീട്ടിലെല്ലാരെയും വിട്ടിട്ട് അത്രയും ദൂരം, അതും ഞാൻ ഒറ്റയ്ക്ക്, അത് വേണോ? മാത്രമല്ല അമ്മയും ഏട്ടനും സമ്മതിക്കും എന്ന് തോന്നുന്നില്ല. നീ ആലോചിച്ചു പറ ആദി. കാരണം ഇത് നടന്നാൽ ചെയ്യാൻ പ്രൊഡ്യൂസർ ഉണ്ട്. അതാ, വേറെ വല്ലവുമാണെങ്കിൽ ഞാൻ തന്നെ നോക്കായിരുന്നു. നീ നോക്ക്, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ആദി അമ്മയോട് കാര്യം പറഞ്ഞു. നീ ഏട്ടനോട് ചോദിക്കു കുട്ടി എന്നാണ് അമ്മ പറഞ്ഞത്. ആദിയുടെ മനസ്സിൽ മുഴുവൻ ഇപ്പോൾ നന്ദൻ പറഞ്ഞ കാര്യമാണ്. അമ്മ സമ്മതിക്കും. വൈകുന്നേരം ഏട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ചോദിക്കാം. സമ്മതിച്ചില്ലേൽ ഏട്ടത്തിയെ സോപ്പിടാം. എന്നാലും ഒരു ബംഗ്ലാവിൽ ഒറ്റയ്ക്ക്, അതും യക്ഷിക്കഥ എഴുതാൻ വല്ലതും നടക്കുമോ? നോക്കട്ടെ. വൈകിട്ട് ഏട്ടൻ വന്ന് കാര്യം അവതരിപ്പിച്ചു. കഥ എഴുതാൻ ഇവിടെ പറ്റില്ലേ? ഇത്രയും നാൾ ഇവിടെ ഇരുന്നല്ലേ എഴുതിയത്. മുറി അടച്ചിട്ടാൽ ഒരു ശല്യവും തോന്നില്ല. പിന്നെ എന്തിനാ ഇപ്പൊ ഇത്രയും ദൂരം? അതിപ്പോ അവന്റെ ഒരു ആഗ്രഹമല്ലേ, അവൻ പൊക്കോട്ടെ. കൊച്ചുകുട്ടിയല്ലല്ലോ. ഏട്ടത്തി സപ്പോർട്ട് ചെയ്തു, കൂടെ അമ്മയും. അമ്മയ്ക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ആഹാരം, പിന്നെ ആരോഗ്യം. അത് നോക്കണം. അത് ഞാൻ നോക്കിക്കോളാം അമ്മേ, ആദി പറഞ്ഞു. അങ്ങനെ ഒരുവിധം ഒരു തീരുമാനത്തിലെത്തി. രാത്രി നന്ദന് വിളിച്ചു പറഞ്ഞു. ഞാൻ ചെയ്യാം നന്ദ, നീ ആ ഗസ്റ്റ് ഹൗസ് പറഞ്ഞു ശരിയാക്കി വെക്കൂ. നന്ദൻ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ കുറെ നാളെ താമസമില്ലായിരുന്നു. അവർ അമേരിക്കയിലാണ്. ഞാൻ പറഞ്ഞു വൃത്തിയാക്കിപ്പിക്കാം. 3-4 ദിവസമുണ്ട്. നീ ഒന്ന് പ്രിപ്പയർഡ് ആകൂ. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴും മനസ്സിൽ മുഴുവൻ ഒരേ ചിന്തയാണ്. തിരക്കഥ, ഗസ്റ്റ് ഹൗസ്, ഏതോ ഒരു അദൃശ്യ ശക്തി തന്നെ അങ്ങോട്ട് വിളിക്കുന്ന പോലെ. രാവിലെ ആദ്യം ഉറക്കമുണർന്നു. കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം. അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങണം, കൊണ്ടുപോകാൻ. ഓപ്പൺ ആയ ഒരു ജീപ്പിലാണ് ആദിയുടെ യാത്ര മുഴുവൻ. ഒരിക്കൽ ഏട്ടന് ഇഷ്ടപ്പെട്ട് മേടിച്ചതാ, പക്ഷെ ഉപയോഗിച്ചത് താനാണ്. ഇതിനിടയിൽ നന്ദന്റെ കോൾ വന്നു. എല്ലാം പറഞ്ഞു ശരിയാക്കിയിട്ടുണ്ട്. വെറുതെ കിടക്കുന്നതിൽ നല്ലതല്ലേ ആരെങ്കിലും താമസിക്കുന്നത്. ഹൗസ് ഓണറിന് കുഴപ്പമില്ല. എത്ര നാൾ വേണേലും താമസിച്ചോളാൻ പറഞ്ഞു. ഞാൻ വിളിച്ചെല്ലാം വൃത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ കഴിഞ്ഞ് നീ വിട്ടോ. വേറൊരു വർക്കിന്റെ തിരക്ക്, അല്ലെങ്കിൽ കൊണ്ടുവിടാനെങ്കിലും ഞാൻ വരാമായിരുന്നു. താരമില്ല നന്ദ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളാം. അതിന്റെ ഒരു ത്രില്ലുമുണ്ട്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. ഇടയ്ക്ക് നന്ദൻ വിളിച്ചു. അവിടെ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അയാളുടെ പരിചയത്തിലുള്ള ആൾക്കാരുണ്ട്. ആഹാരം അവർ നോക്കിക്കോളും. അധികം പൈസ ചെലവാകില്ല. ഹോംലി ഫുഡും കിട്ടും. നിന്റെ വീട്ടിൽ പ്രധാന ടെൻഷൻ അതല്ലേ. ഇപ്പൊ അത് സോൾവ് ആയില്ലേ? നന്ദൻ തുടർന്നു. എന്നാലും കുറെ നാൾ ആൾതാമസമില്ലാതിരുന്ന വീടാണ്. ഒന്ന് സൂക്ഷിക്കണം. വല്ല കള്ളന്മാരോ മറ്റോ. ഏതായാലും നീ എത്തിയിട്ട് വിളിക്ക്. അങ്ങനെ ആദി വീട്ടിൽ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. ഇറങ്ങാൻ നേരം അമ്മ ഓർമ്മിപ്പിച്ചു. എല്ലാ ദിവസവും വിളിക്കണം കുട്ടി. ശരി അമ്മേ. അങ്ങനെ ആദി യാത്ര തുടങ്ങി. ഏട്ടനും അതുപോലെ തനിക്കും പ്രിയപ്പെട്ട ജീപ്പിൽ. കുറച്ചു ബ്ലോക്ക് ഉള്ളതൊഴിച്ചാൽ യാത്ര സുഖകരമായിരുന്നു. വൈകിട്ടോടെ മൂന്നാറിലെത്തി. ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചു. കുറച്ചുനേരം പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര തുടർന്നു. വഴി ശരിക്കും അറിയാതെ കാരണം തപ്പിപ്പിടിച്ചു വന്നപ്പോൾ കുറച്ച് ലേറ്റായി. എന്നാലും അവസാനം ആദി ആ ഗസ്റ്റ് ഹൗസിലെത്തി. അവിടെ ഒരു മധ്യവയസ്കൻ ആദിയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജീപ്പിൽ നിന്നും ഇറങ്ങിയതും അയാൾ ആദിയെ ഒരു ചെറു പുഞ്ചിരിയോടെ സ്വീകരിച്ചു. ഇന്നലെ വരുമെന്ന് ഓർത്തു. പിന്നെ ഇന്ന് രാവിലെ നന്ദൻ സാർ വിളിച്ചു പറഞ്ഞു ഇന്ന് എത്തുമെന്ന്. അല്ല, സാർ എന്തെങ്കിലും കഴിച്ചോ? ഞാൻ വഴിയിൽ നിന്നും കഴിച്ചു. ചേട്ടന്റെ പേരെന്താ? നന്ദനെ എങ്ങനെ അറിയാം? എന്റെ പേര് ബാസി. നന്ദൻ സാറിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. 1 വർഷം മുന്നേ ഒന്നിവിടെ വന്നിരുന്നു. ഇതിന്റെ ഉടമസ്ഥൻ പോൾ സാറിനെ നേരിട്ടറിയാം. 2.5 വർഷം മുൻപാണ് സാർ ഇത് വാങ്ങിയത്. അന്നും നന്ദൻ സാർ വന്നിരുന്നു. അങ്ങനെയും അറിയാം. ആദി ചോദിച്ചു. ഇതിനു മുൻപ് ഇത് ആരുടേതായിരുന്നു? അതറിയില്ല. പോൾ സാറിന്റെ കൂടെയാണ് ഞാൻ ആദ്യം വരുന്നേ. ഏതോ ബ്രോക്കർ വഴിയാണ് പോൾ സാർ ഇത് മേടിക്കുന്നേ. ഇവിടെ അങ്ങനെ താമസിച്ചിട്ടൊന്നുമില്ല. വല്ലപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ വന്ന് നിന്നിട്ടേയുള്ളൂ. ഞാനും വരാറില്ല അങ്ങനെ. ഞാൻ ഇവിടെ നിന്നും 5 കിലോമീറ്റർ അകലെ ഒരു എസ്റ്റേറ്റിലാണ്. ഇങ്ങോട്ട് വരാൻ സമയം എവിടെയാ? ഓ സോറി ചേട്ടാ. കാര്യങ്ങൾ പറഞ്ഞു പുറത്തു തന്നെ നിന്നു. അകത്തോട്ട് കേറിയില്ല. അത് സാരമില്ല. സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെക്കാം. സാർ അകത്തോട്ട് ചെല്ല്. വിനയത്തോടെയുള്ള ബാസിയുടെ പറച്ചിൽ കേട്ട് ആദി പറഞ്ഞു. വേണ്ട ചേട്ടാ, അധികമൊന്നുമില്ല. ഞാൻ എടുത്തോളാം. ബാസി ആദിയുടെ ബാഗും മറ്റും എടുത്തു അകത്തു വെച്ചു. കഴിച്ചു എന്നല്ലേ പറഞ്ഞത്? എങ്കിൽ സാറ് റെസ്റ്റ് എടുത്തോളൂ. യാത്രാ ക്ഷീണം കാണും.
പിന്നെ നാളെ മുതൽ ആഹാരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മീനാക്ഷി ഇവിടെ അടുത്തുള്ളതാണ്. അവർക്ക് മുൻപ് ടിഫിൻ സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. അമ്മയും മകളും മാത്രമേ ഉള്ളൂ. മകൾക്ക് 10-20 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. പൈസയുടെ ആവശ്യമുണ്ട്. മകൾ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. മീനാക്ഷിക്ക് വയ്യ. എങ്കിലും എസ്റ്റേറ്റ് പണിക്ക് വരുന്നുണ്ട്. പക്ഷെ മോളെ എസ്റ്റേറ്റിലേക്ക് വിടില്ല. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, നാളെ വരാം. സാറും റെസ്റ്റ് എടുക്ക്. ഇത് പറഞ്ഞു ബാസി പോയി. അങ്ങനെ ആ ഗസ്റ്റ് ഹൗസിൽ ആദ്യം ഒറ്റയ്ക്ക്. ആരുടെയും ശല്യമില്ലാതെ യക്ഷിക്കഥ എഴുതണം എന്നേ വിചാരിച്ചിരുന്നുള്ളൂ. ഇതിപ്പോ ശരിക്കും ഭാർഗവി നിലയം പോലുണ്ട്. മനുഷ്യൻ പോയിട്ടൊരു ഈച്ച പോലും ഈ വഴിക്ക് വരുമെന്ന് തോന്നുന്നില്ല. വീട്ടിലേക്കൊന്ന് വിളിക്കാം. ആദ്യം മൊബൈൽ എടുത്തു. ഓഹോ, ടവറില്ല. കൊള്ളാം. ഇനി നാളെ നോക്കാം. ആദ്യം ഒന്ന് കുളിക്കണം. ചെറിയ തണുപ്പുണ്ട്. ബാത്റൂമിൽ കയറി വാട്ടർ ഹീറ്റർ ഓണാക്കി. നല്ല ചൂടുവെള്ളം വന്നു. അതിൽ നല്ല പോലെ ഒരു കുളി കഴിഞ്ഞു. സമയം 9:45. ഒന്ന് ഉറങ്ങണം നല്ല പോലെ. ആദ്യം ബെഡ്റൂമിലെത്തി. വീടിന് നല്ല പഴക്കം തോന്നുന്നുണ്ട്. പക്ഷെ ഇവർ മേടിച്ചിട്ട് 2.5 വർഷങ്ങളായതേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്. നാളെ എല്ലാം ഒന്ന് കാണണം. വെളിയിൽ തണുപ്പുള്ളതുകൊണ്ട് ജനലെല്ലാം അടച്ചു. ബ്ലാങ്കറ്റ് പുതയ്ക്കാൻ മാത്രം തണുപ്പ് റൂമിലുണ്ടെന്ന് തോന്നുന്നില്ല. വേണേൽ പിന്നെ എടുക്കാം. ലൈറ്റ് അണച്ച് ആദ്യം ഉറങ്ങാൻ കിടന്നു. എവിടെ നിന്നോ ഒരു ഇളങ്കാറ്റ് വന്നു ആദിയെ തലോടി. ആദി കണ്ണു തുറന്നു നോക്കി. ജനലെല്ലാം അടച്ചതാണല്ലോ. പിന്നെ കാറ്റ് എവിടെ നിന്നും വന്നു? ഇല്ല, എവിടെ നിന്നും വരാൻ സാധ്യതയില്ല. ഡോറും ജനലുമെല്ലാം അടഞ്ഞു തന്നെ കിടക്കുവാണ്. മാത്രമല്ല ഇപ്പോൾ കാറ്റുമില്ല. തോന്നിയതാകും. ആദി വീണ്ടും കിടന്നു. അങ്ങനെ രാത്രി അതിന്റെ ഉച്ചസ്ഥായിലെത്തി. ആ വീടും പരിസരവും എല്ലാം നിലാവിൽ കുളിച്ചു നിന്നു. രാവിലെ ആദി ഉണർന്നു. മൊബൈലിൽ സമയം നോക്കിയപ്പോൾ 7:55. ഓ, ഇത്രയും താമസിച്ചതെങ്ങനെ? പതിവില്ല ഇത്രയും നേരം ഉറങ്ങി. ക്ഷീണം കൊണ്ടാകാം. പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞു പുറത്തേക്കിറങ്ങി. ഒരു ചായ കുടിക്കണം. ഇറങ്ങിയപ്പോഴാണ് ബാസി വരുന്നു. കൂടെ ഒരാളുമുണ്ട്. സാർ ക്ഷമിക്കണം, ഇന്നലെ പറ്റിയില്ല. ആ ബാത്റൂമിലെ വാട്ടർ ഹീറ്റർ ശരിയാക്കണം. ആദി ചോദിച്ചു. അതിനെന്താ കുഴപ്പം? കുറെ നാളെ ഉപയോഗിക്കാതെ ഇരിക്കുവല്ലേ. ഇന്നലെ നോക്കിയപ്പോൾ അത് വർക്കാകുന്നില്ല. എന്നിട്ട് കൂടെ വന്ന ആളെയും കൂട്ടി അകത്ത് കയറി. പുറകെ ആദിയും. ഞാൻ ഇന്നലെ കുളിച്ചത് ചൂടുവെള്ളത്തിലാണല്ലോ ചേട്ടാ. അതിനപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇല്ല സാർ, അത് വർക്കാകില്ല. അവർ ബാത്റൂമിൽ കയറി ഓണാക്കി നോക്കി. ഇല്ല, അത് വർക്കാകുന്നില്ല. ആദ്യം ഓർത്തു, അപ്പോൾ ഇന്നലെ എങ്ങനെയായി? എന്തെങ്കിലും ആകട്ടെ. കുറച്ചു സമയം കഴിഞ്ഞ് കൂടെ വന്ന മെക്കാനിക് എല്ലാം ഊരി ശരിയാക്കി. ബാസി ചോദിച്ചു, എന്തു പറ്റിയതാ? ഇതിന്റെ കോയിൽ ദ്രവിച്ചതായിരുന്നു. ഇനി കുഴപ്പമില്ല, മാറ്റി പുതിയതിട്ടിട്ടുണ്ട്. ഇറങ്ങാൻ നേരം ബാസി പറഞ്ഞു, സർ, ഞാൻ വീട് വരെ പോവാ. ഭാര്യയ്ക്ക് നല്ല സുഖമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മീനാക്ഷിയോട് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞേക്കാം. ശരി ചേട്ടാ, ചേട്ടൻ പോയിട്ട് വാ. പിന്നെ ഞാനിന്ന് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിച്ചോളാം. വീട്ടിലും ഒന്ന് വിളിക്കണം. ഇവിടെ ടവർ കിട്ടുന്നില്ല. അവരോട് പറ ആഹാരം വൈകുന്നേരം കൊണ്ടുവന്നാൽ മതിയെന്ന്. എന്നാ ശരി, ഞാൻ പറഞ്ഞേക്കാം. അതും പറഞ്ഞ് ബാസി ഇറങ്ങി. പകൽ മുഴുവൻ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി ആദി തിരിച്ചെത്തിയപ്പോൾ ഇരുട്ടി തുടങ്ങിയിരുന്നു. ആദി കതക് തുറന്നകത്ത് കയറി. വിശാലമായൊന്ന് കുളിച്ചു വന്നു. ഹാളിലിരുന്നു. അവിടെ ഇരുന്നാലേ ആരെങ്കിലും വന്ന് വിളിച്ച് അറിയുകയുള്ളൂ. ആദി സമയം നോക്കി. 8:15. ഏതായാലും പണി തുടങ്ങാം. പേപ്പറും പേനയും എല്ലാം എടുത്ത് എഴുതാനിരുന്നു. എന്തെഴുതണം? ടൈറ്റിൽ എന്ത് കൊടുക്കണം? കുറെ ആലോചിച്ചു. മനസ്സിലേക്കൊന്നും വരുന്നില്ല. ഒന്നും തന്നെ എഴുതാൻ കഴിയുന്നില്ല. ആഹാരം എപ്പോൾ കൊണ്ടുവരും? വിശക്കാൻ തുടങ്ങി. പെട്ടെന്ന് കതകിൽ ആരോ മുട്ടുന്നു. ആദി കതക് തുറന്നു. മുന്നിലതാ സുന്ദരിയായ ഒരു പെൺകുട്ടി. വിടർന്ന കണ്ണുകൾ, മുല്ലപ്പൂമൊട്ട് പോലുള്ള നല്ല വരിയൊത്ത പല്ലുകൾ, നീണ്ട മൂക്ക്. കയ്യിലൊരു പാത്രമുണ്ട്. ആദി ചോദിച്ചു, മീനാക്ഷിയമ്മയുടെ മകളല്ലേ? ചിരിച്ചുകൊണ്ട് അവൾ, ആരുടെ മകളായാലും മാഷിനിപ്പോൾ നല്ല വിശപ്പുണ്ട്, അത് മാറിയാൽ പോരെ. അവൾ അകത്തേക്ക് കയറി. അവിടെ കിടന്ന ടേബിളിൽ പാത്രം വെച്ചു. ആദി നോക്കി. സ്വർണം പൂശിയ പോലത്തെ പാത്രങ്ങൾ. വാ മാഷെ, വന്ന് കഴിക്കൂ. ആദി ചെന്നിരുന്നു. അവൾ എല്ലാം വിളമ്പി വെച്ചു. നല്ല ആവി പറക്കുന്നു. ഇപ്പോൾ ഉണ്ടാക്കിയ പോലെ. ആദി കഴിക്കാൻ തുടങ്ങി. ആഹാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഏറ്റവും രുചിയുള്ള ഭക്ഷണം അമ്മ ഉണ്ടാക്കിയത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഏട്ടത്തെയും തരക്കേടില്ലാതെ ഉണ്ടാക്കും. പക്ഷെ ഇതിനൊരു ഡിഫറെന്റ് ടേസ്റ്റ്. ആരാ ഇതുണ്ടാക്കിയത്? അമ്മയാണോ? അല്ല, ഞാനാണ്. അമ്മയ്ക്ക് നല്ല സുഖമില്ല. എന്റെ കൊള്ളില്ലേ? അതല്ല, വളരെ നന്നായിട്ടുണ്ട്. ആദി കഴിക്കുന്നത് കൗതുകത്തോടെ നോക്കി അവൾ അവിടെ ഇരുന്നു. ആദി ചോദിച്ചു, താൻ കഴിച്ചോ? ഇല്ല, ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അതെന്താ? അല്ല, വൈകിട്ട് കഴിച്ചായിരുന്നു, അതുകൊണ്ട് വിശപ്പില്ല. കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി ആദി വന്നു. അപ്പോഴേക്കും അവൾ പോകാനായി എന്നിട്ടിരുന്നു. തനിക്ക് ഒറ്റയ്ക്ക് രാത്രി പുറത്തിറങ്ങി നടക്കാൻ പേടിയൊന്നുമില്ലേ? അതിന് മറുപടി ഒരു പുഞ്ചിരിയായിരുന്നു. മാഷേ, നാളെ രാവിലെ മാഷിന് എന്താ വേണ്ടേ?